നിങ്ങൾക്ക് എപ്പോൾ പറയുമ്പോഴും ഒരു ലാബിന് എടുത്തിടാം, മലബാർ സിമന്റ്സ് എടുത്തിടാം, നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? ഈ ശബ്ദം നിങ്ങളുടെ യോഗത്തിൽ ഉയർന്നില്ല. നിശബ്ദയായിരുന്നു. ആരാണ് എസ് രാഗേഷ്? എസ് രാഗേഷ് ഞങ്ങൾ അറിയാത്ത ഒരാള് എങ്ങനെയാണ് ഞാൻ ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് പറയുക? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ബിജെപി നേതാവാണ്. അല്ലല്ല, ബിജെപി നേതാവ്. നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. സ്മൃതിക്കെതിരെ വേണമെങ്കിൽ ഞങ്ങൾക്ക് പരാതി കൊടുക്കാം. എന്താടാ ഭീഷണിയാണ്? ബിജെപിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശാന്റെ ബുദ്ധി പാളിപ്പോയി. രാകേഷ് ദിവാകരൻ കുമ്മനം രാജശേഖരന്റെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളുകളുടെ ഒരാളാണ്. അങ്ങനെ വരട്ടെ, എനിക്ക് അപ്പോഴേ സംശയം തോന്നി. ഞങ്ങൾ അറിയാത്ത നിങ്ങളറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. വിജിലൻസ് അന്വേഷണം വെച്ചിട്ടുള്ളത് വല്ല കാര്യമുണ്ടോ? ഒരാവശ്യമില്ല അതിനകത്ത് കയറാൻ. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് നിങ്ങളുടെ മഹത്വം കൊണ്ടല്ല, ഈ സർക്കാർ തീരുമാനിച്ചതാണ്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. CBI അന്വേഷിക്കണോ? ഞങ്ങൾ തയ്യാറാ. ഞങ്ങൾക്കൊന്നും മടിശീലയിൽ കനമില്ല. എനിക്കങ്ങനെ ആരോട് സംസാരിക്കാൻ പേടിയൊന്നുമില്ല. മടിശീലയിൽ കനമില്ലാത്തവർക്ക് കനമുള്ളവരുമുണ്ട്. ഇവിടെ തോന്നിയ ദിവസം പറയാനുണ്ടല്ലോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം കണ്ടുപിടിക്കണം. കഴിഞ്ഞ യോഗത്തിൽ വ്യാജ രസീത് ഉണ്ടാക്കിയല്ലോ.